ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് ഓർ സ്പാൻ ഓഫ് കൺട്രോൾ. അതായത് ഒരു സുപ്പീരിയർക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന സബോർഡിനേറ്റ്സിൻ്റെ മാക്സിമം എണ്ണം, അതിനെയാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ലീഡർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ ഉണ്ടാവും, അദ്ദേഹത്തിന് ഇഫക്റ്റീവായിട്ട്, അതായത് കാര്യക്ഷമമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന സബോർഡിനേറ്റ്സിൻ്റെ ആകെ എണ്ണമാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ. ഇനി എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ? Organizational structure can be defined as the framework within which managerial and operating tasks are performed. അതായത് ഒരു സ്ഥാപനത്തിനകത്ത് ഒരുപാട് മാനേജീരിയൽ ആയിട്ടുള്ള ഫങ്ഷൻസും ഓപ്പറേറ്റിംഗ് ഫങ്ഷൻസും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെയാണ് നടപ്പിലാകേണ്ടത്, ഇതൊക്കെ ഏത് ഫ്രെയിമിലൂടെയാണ്, ഏത് ഫ്രെയിംവർക്കിലൂടെയാണ് ഇത് നടക്കേണ്ടത് എന്നുള്ള ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ സ്ട്രക്ചറിനെയാണ് നാം ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് സ്പെസിഫൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ, വർക്ക് ആൻഡ് റിസോഴ്സസ്. ആ സ്ഥാപനത്തിലെ പീപ്പിൾ, അതായത് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ്, അവിടുത്തെ വർക്ക് ആൻഡ് അവിടുത്തെ റിസോഴ്സ്, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൻ്റെ ടൈപ്സ് ആണ് നമുക്കിനി നോക്കേണ്ടത്. ദി ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഫങ്ഷണൽ സ്ട്രക്ചർ ആൻഡ് സെക്കൻഡ് വൺ ഡിവിഷണൽ സ്ട്രക്ചർ. ഇങ്ങനെ രണ്ട് സ്ട്രക്ചറുകളാണുള്ളത്. അതിലെന്താണ് ഫങ്ഷണൽ സ്ട്രക്ചർ? ഈ ഫങ്ഷണൽ സ്ട്രക്ചറിൽ നമ്മുടെ സിമിലർ നേച്ചറിലുള്ള ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ ജോബിനെ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ. അതായത് ആ ഫങ്ഷൻ ഏതാണ് നോക്കിയതിന് ശേഷം ആ ഫങ്ഷൻസ് എല്ലാം സിമിലർ ആയിട്ടുള്ള ഫങ്ഷൻസിനെ മുഴുവൻ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആക്കുന്നു. ഇങ്ങനെ ഡിപ്പാർട്ട്മെൻ്റ് ആക്കുകയും അതിനൊരു ഡിപ്പാർട്ട്മെൻ്റ് ഒരു ഹെഡിനെയും തീരുമാനിക്കുന്ന രീതിയാണ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഈ ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ ചാർട്ട് നിങ്ങൾ നോക്കുക. ആ ചാർട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആവും. ഒരു മാനേജിങ് ഡയറക്ടർ ഉണ്ടാകും, അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാനേജേഴ്സ്. നോക്കൂ, പ്രൊഡക്ഷൻ മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, ഫിനാൻസ് മാനേജർ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഇങ്ങനെ തുടങ്ങിയ മാനേജേഴ്സ് ഉണ്ട്. ഇവിടെ പ്രൊഡക്ഷൻ മാനേജറെ മാത്രം ഒന്ന് എടുത്ത് നോക്കാം. ഇവിടെ ആ പ്രൊഡക്ഷൻ മാനേജറുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും ക്ലിയർ ചെയ്യുക, അതിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ആക്ടിവിറ്റി, അവരുടെ സിമിലർ ആക്ടിവിറ്റീസ് മാത്രമാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വരിക. ഇനി ഫിനാൻസ് മാനേജർ എടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അതിനെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ സ്ട്രക്ചറിൻ്റെ ഒരു രീതി. ഇനി നമുക്ക് നോക്കേണ്ടത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണ് ഈ മെത്തേഡിന് വരുന്ന അല്ലെങ്കിൽ ഈ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസ്, ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഹെൽപ്സ് ഇൻ സ്പെഷ്യലൈസേഷൻ. നമുക്കറിയാം, ഇത് ഒരേ സിമിലർ ആക്ടിവിറ്റീസിനെ നമുക്ക് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കുന്നതോടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടുതലായി നാം ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതോടെ നമുക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടാക്കുവാൻ ഹെൽപ്പ് ചെയ്യുന്നു. സെക്കൻഡ് വൺ, ഇറ്റ് പ്രൊമോട്ട്സ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ഒരേ ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ കൃത്യമായി കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. തേർഡ് വൺ, ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് മാനേജീരിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. എല്ലാം നാം ഒറ്റ കാര്യം മനസ്സിലാക്കുക, ഒരേ ഡിപ്പാർട്ട്മെൻ്റ് ആക്കി തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മാനേജീരിയൽ എഫിഷ്യൻസിയും ഓപ്പറേഷണൽ എഫിഷ്യൻസിയും ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് റെഡ്യൂസ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട്. ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ടതില്ല. അത് സ്വാഭാവികമായിട്ടും നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട് ഉണ്ടാകുന്നില്ല. കാരണം തൊട്ട് മുൻപ് നാം പറഞ്ഞതുപോലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നതോടെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് മേക്സ് ട്രെയിനിങ് ഫോർ എംപ്ലോയീസ്. എംപ്ലോയീസിന് അത് കൂടുതൽ ട്രെയിനിങ് നൽകുന്ന ഒന്നായിരിക്കും. എംപ്ലോയീസിന് കൂടുതൽ ട്രെയിനിങ് അതിലൂടെ അവൈൽ ചെയ്യപ്പെടുന്നുണ്ട്. കാരണം അവിടെ ഡിവിഷൻ ഓഫ് വർക്ക് നടക്കുന്നുണ്ട്. മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് എൻഷ്യൂർസ് അറ്റൻഷൻ. ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണോ കൈകാര്യം ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിന്
അവരുടെ കാര്യങ്ങൾ മാത്രം അറ്റൻറ്റീവായി പോയാൽ മതിയാകും. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ അഡ്വാൻറ്റേജസ് പറയുമ്പോൾ തന്നെ ഫങ്ഷണൽ സ്ട്രക്ചറിന് അതിൻ്റേതായ ചില ഡിസഡ്വാൻറ്റേജസ് കൂടിയുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ഓൾ ഫങ്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ്. നാം മുകളിൽ പറഞ്ഞതുപോലെ ചില ആക്ടിവിറ്റീസും ചില ഫങ്ഷൻസ് മാത്രമാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അവർ കൺസിഡർ ചെയ്യാത്ത ഒരുപാട് ആക്ടിവിറ്റീസും ഫങ്ഷൻസും ആ ഓർഗനൈസേഷനിൽ ഉണ്ടാകും. അത് അതിൻ്റെ ഒരു പ്രശ്നമാണ്. ആൻഡ് സെക്കൻഡ് വൺ, ഇറ്റ് മേ ലീഡ് ടു പ്രോബ്ലം ഇൻ കോർഡിനേഷൻ. പലപ്പോഴും പല പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആക്ടിവിറ്റീസ് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. ചിലപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റും സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റും തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളെ നമുക്ക് പരസ്പരം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ചാൻസ് ഓഫ് കോൺഫ്ലിക്റ്റ്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓരോരുത്തരുടെയും വേയും മെത്തേഡ്സും ഡിഫറെൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇറ്റ് മേ ലീഡ് ടു ഇൻഫ്ലെക്സിബിലിറ്റി. ആ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത ഇതൊരു ഇൻഫ്ലെക്സിബിലിറ്റിയാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ട്രക്ചർ അല്ല ഫങ്ഷണൽ സ്ട്രക്ചറിനുള്ളത്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഫങ്ഷണൽ ഹെഡ്സ് ഡു നോട്ട് ഗെറ്റ് അഡിക്വേറ്റ് ട്രെയിനിങ്. അവർക്ക് നമ്മുടെ ഈ ഫങ്ഷണൽ ഹെഡ്സ് ഉണ്ടല്ലോ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് പ്രൊഡക്ഷൻ മാനേജറാണ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് സെയിൽസ് മാനേജറാണ്. ഇങ്ങനെയുള്ള ഈ മാനേജേഴ്സിന് അല്ലെങ്കിൽ അവരുടെ ഹെഡ്സിന് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് പലപ്പോഴും ലഭിക്കാതെ വരുന്നു. ഇതും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം.